അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഇസ്രായേലിനും നിർമ്മല ഹൃദയർക്കും ദൈവം നല്ലവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിനും നിർമ്മല ഹൃദയർക്കും ദൈവം നല്ലവനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ദീർഘശാന്തതയുള്ളതാകുന്നു. അങ്ങയുടെ ശിക്ഷയാകട്ടെ കർശനവും. ഇസ്രായേലിനും നിർമ്മല ഹൃദയർക്കും ദൈവം നല്ലവനാകുന്നു. എന്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു, പാദങ്ങൾ വഴുതി തുടങ്ങി. അധർമ്മികളുടെ ഐശ്വര്യം കണ്ടപ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നി. അവർ വരുത്തുന്ന ഞെരുക്കത്തിന് അറുതിയില്ല. അവരുടെ ഭോഷത്വം വലുതാകുന്നു. മാനുഷിക ക്ലേശങ്ങൾ അവർക്ക് ലേശമില്ല. മറ്റു മനുഷ്യരെ പോലെ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. തന്നിമിത്തം നിന്ന് അവരെ പിടികൂടി, അക്രമം അവരെ ആവരണം ചെയ്തു. അവരുടെ ദുഷ്ടത ദുർമേധസ് പോലെ പ്രകടമായി, ഹൃദയവിചാരം പോലെ അവർ പ്രവർത്തിച്ചു. അവർ തിന്മ വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അത്യുന്നതനെതിരായി അവർ ദൂഷണം പറഞ്ഞു. അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു. അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. എന്റെ ജനമോ അവരിലേക്ക് തിരിയുന്നു. അവരിൽ സംതൃപ്തി കണ്ടെത്തുന്നു. അവർ പറയുന്നു, ദൈവം എങ്ങനെ അറിയാനാണ്? അത്യുന്നതൻ എന്തറിയുന്നു? ഈ ദുഷ്ടന്മാർ ലോകത്തിൽ സമൃദ്ധിയുള്ളവരും ശക്തരും പ്രബലരുമാകുന്നു. ഞാൻ മാത്രം ഹൃദയം നിർമ്മലമാക്കുകയും കൈകൾ കഴുകി വെടിപ്പാക്കുകയും ചെയ്തു. ദിവസം മുഴുവൻ ഞാൻ ദണ്ഡനമേൽക്കുന്നു, പുലരുവോളം കുറ്റാരോപണവും. അവരെ പോലെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ കണ്ണുകളിൽ അത് തിന്മയാണല്ലോ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ
അവരുടെ അവസാനം ഞാൻ മനസ്സിലാക്കി. അവരുടെ കാപട്യത്തിനൊത്തവണ്ണം അങ്ങ് അവർക്ക് പ്രതിഫലമേകി. അവർ അഹങ്കരിച്ച് തലയുയർത്തുമ്പോൾ അങ്ങ് അവരെ തള്ളി താഴെയിടും. എങ്ങനെ ഇത്ര പെട്ടെന്ന് അവർ വിസ്മയ വിഷയമായി, കലഹം നിമിത്തം അവർ നിശേഷം നശിച്ചു. സ്വപ്നം കണ്ടുണരുന്നവൻ കിനാവ് തള്ളിക്കളയുന്ന പോലെ കർത്താവ് അവരുടെ പ്രതിച്ഛായ വിസ്മൃതമാക്കി. എന്റെ ഹൃദയം കലങ്ങി മറിയുകയും അന്തരംഗം വിഭ്രാന്തമാകുകയും ചെയ്തു. അപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായി തിരുമുൻപിൽ മൃഗത്തെ പോലെയായി. അങ്ങയുടെ പ്രബോധനത്താൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു, മഹത്വത്തിന്റെ മാർഗത്തിലൂടെ നടത്തി. അങ്ങല്ലാതെ സ്വർഗത്തിൽ എനിക്കാരുണ്ട്? ഭൂമിയിൽ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് എന്റെ വലത്തുകരം ഗ്രഹിച്ചു. എന്റെ ഹൃദയവും ശരീരവും മനഃശക്തിയും ഇല്ലാതായാലും എന്റെ ഓഹരി എന്നെന്നും ദൈവത്തിലാകുന്നു. അങ്ങിൽ നിന്നകന്നിരിക്കുന്നവർ നശിച്ചു പോകും. വഴിതെറ്റിപ്പോയവരെ അങ്ങ് എന്നേക്കും നശിപ്പിക്കും. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ നാമം എനിക്ക് നന്മയായി. എന്റെ ആശ്രയമായ കർത്താവേ, അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ഞാൻ പ്രഘോഷിക്കും. ദൈവമേ, ഞങ്ങളെ മറന്നതെന്ത്? അങ്ങയുടെ മേച്ചിൽപ്പുറത്തെ അജഗണങ്ങളോട് അങ്ങയുടെ കോപം ജ്വലിച്ചതെന്തിന്? അങ്ങ് പണ്ടേ സ്വന്തമാക്കിയ ജനസമൂഹത്തെയും വീണ്ടെടുത്ത് അങ്ങയുടെ അവകാശമാക്കിയ ഗോത്രത്തെയും ഓർക്കണമേ. അങ്ങ് നിവസിച്ചിരുന്ന ഈ സഹിയോൻ മലയെ അങ്ങ് അനുസ്മരിക്കണമേ. ശക്തിയിൽ അഹങ്കരിക്കുന്നവർക്കെതിരായി അങ്ങയുടെ ദാസരെ ഉയർത്തണമേ. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ ശത്രുക്കളാകുന്നു. അങ്ങയുടെ തിരുനാളിൽ വൈരികൾ അഹങ്കരിച്ചു. അവർ സ്വന്തം അടയാളങ്ങൾ അവിടെ സ്ഥാപിച്ചു. ഉന്നതത്തിലിരുന്ന് അങ്ങ് അവയെല്ലാം അറിഞ്ഞു. വനത്തിലെ മരത്തെ എന്ന പോലെ വാതിലുകൾ കോടാലി കൊണ്ട് അവർ കീറിമുറിച്ചു. മഴവും കൂടവും കൊണ്ട് അവ തകർത്തു കളഞ്ഞു. അങ്ങയുടെ വിശുദ്ധ സ്ഥലം അവർ അഗ്നിക്കിരയാക്കി. ഭൂമിയിൽ അങ്ങയുടെ നാമത്തിലുള്ള കൂടാരം അശുദ്ധമാക്കി. അവർ ഹൃദയത്തിൽ പറഞ്ഞു, നമുക്കവ നശിപ്പിക്കാം, ദൈവത്തിന്റെ തിരുനാളുകളെല്ലാം നീക്കിക്കളയാം. അടയാളങ്ങളൊന്നും അവർ കണ്ടില്ല. ഒരു പ്രവാചകനും ബാക്കിയില്ല. ഒരു ജ്ഞാനി പോലും ഞങ്ങളുടെ ഇടയിൽ ശേഷിച്ചിട്ടില്ല. ദൈവമേ, ശത്രു എത്ര നാൾ അങ്ങയെ അവഹേളിക്കും? അങ്ങയുടെ നാമത്തെ എന്നേക്കും അവൻ പ്രകോപിപ്പിക്കുമോ? അങ്ങയുടെ കരം പിൻവലിച്ചതെന്തുകൊണ്ട്? വലത്തുകരം തിരുനാളിൽ നിന്ന് മാറ്റിയതെന്തുകൊണ്ട്? ഞങ്ങളുടെ ദൈവം രാജാവാകുന്നു. യാക്കോബിന്റെ രക്ഷയെ കുറിച്ച് പണ്ടേ തന്നെ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശക്തിയാൽ കടലിനെ വിഭജിച്ചു. തിമിംഗലങ്ങളുടെ തല പിളർന്നു. അങ്ങ് ലെവിയാഥന്റെ തല തകർത്തു. പ്രബലരായ ജനങ്ങൾക്ക് അത് ഭക്ഷണമായി നൽകി. താഴ്വരകൾ കുഴിച്ച് അങ്ങ് ഉറവകൾ ഉണ്ടാക്കി. മഹാനദികളെ വറ്റിച്ചു കളഞ്ഞു. പകലും രാത്രിയും അങ്ങയുടേതാകുന്നു. പ്രകാശവും സൂര്യനും അങ്ങാണ് ക്രമപ്പെടുത്തിയത്. അങ്ങ് ഭൂമിയുടെ അതിർത്തികളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. വേനലും വർഷവും അങ്ങയുടെ സൃഷ്ടികൾ തന്നെ. കർത്താവേ, ശത്രുവിന്റെ നിന്ദനം ഓർക്കണമേ. മൂഢജനം അങ്ങയെ കോപിപ്പിക്കുന്നു. അങ്ങയെ ഏറ്റുപറയുന്നവരെ നാശത്തിനേൽപ്പിക്കരുതേ. ദരിദ്രരെ ഒരിക്കലും മറക്കരുതേ. കർത്താവേ, അങ്ങയുടെ ഉടമ്പടി പരിഗണിക്കണമേ. ഭൂമിയിലെ വസതികൾ ഇരുളും തിന്മയും നിറഞ്ഞിരിക്കുന്നു. ലജ്ജിതരാകാൻ അഗതികൾക്ക് ഇടവരുത്തരുതേ. ദരിദ്രരും നിരാലംബരും അങ്ങയുടെ നാമം പുകഴ്ത്തട്ടെ. ദൈവമേ, എഴുന്നേറ്റ് ന്യായവിധി നടത്തണമേ. മൂഢന്മാർ അനുദിനം അങ്ങയെ നിന്ദിക്കുന്നുവെന്ന് ഓർക്കണമേ. ശത്രുക്കളുടെ അട്ടഹാസവും
അങ്ങേക്കെതിരായി എപ്പോഴും ഉയരുന്ന വൈരികളുടെ കലഹവും അങ്ങ് മറക്കരുതേ. സകലത്തിന്റെയും നാഥ, സമസ്തവും അങ്ങേക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ആരാധകരെ കൈവിടരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. മിശിഹാ തൻ ദൗത്യം പാവന സുവിശേഷം പരിചൊടു കൈറ്റു. ധന്യർ സ്ലീഹന്മാർ നാനാദിക്കിലതറിയിച്ചു തീഷ്ണതയോടെന്നാൾ. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവിൻ. റുഹാ നൽകിയതാ ആയുധമേന്തിയവർ പാരിതിലെമ്പാടും രക്ഷ പ്രഘോഷിച്ചു. ദുഷ്ടപിശാചിൻ സൈന്യത്തെ മുഴുവൻ തോൽപ്പിച്ചു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ. കാലത്തികവിലവർ ദൗത്യം കൈമാറി യോഗ്യതയാർന്നവരെ പിൻഗാമികളാക്കി. മൽപ്പാന്മാരും വൈദികരും സഭയുടെ പ്രേക്ഷിതരായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയുടെ ബലവത്താം തൂണുകളായവരെ, ജീവിത സമരത്താൽ വിസ്തൃതരായവരെ, നാദസമക്ഷം ശാന്തിക്കായി പ്രാർത്ഥിച്ചിടണമേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിച്ഛേദനം അർത്ഥവത്താണ്. നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിച്ഛേദനമല്ലാതായി തീരുന്നു. അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിച്ഛേദിതനെ പരിച്ഛേദിതനായി കണക്കാക്കിക്കൂടെ? ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും. എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായ യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.